ലോകത്തിൽ ഇനി വരാനുള്ള ഏറ്റവും ഉയരം കൂടിയ ടവറാണ് ഈ കാണുന്ന ക്രീക്ക് ടവർ. ആ ടവർ നിൽക്കുന്ന കമ്മ്യൂണിറ്റിയാണ് ക്രീക്ക് ഹാർബർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. പക്ഷേ ആ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ലോഞ്ചസ് ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഏത് വീഡിയോ ആണെങ്കിലും എടുത്തു പോകാം. ഞാൻ അതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. അതേ ഡെവലപ്പർ ഇമാർ തന്നെ സക്സസ്ഫുൾ ആയിട്ട് ഓൾറെഡി ആക്റ്റീവ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള അവരുടെ ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ പുതിയൊരു അപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവരാൻ വന്നു, ക്ലബ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. കാര്യം ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ആര് പറഞ്ഞാലും സ്പോട്ടിൽ അവർ പറയുന്നതാണ് 18 ഹോൾ ഗോൾഫ് കോഴ്സ് കമ്മ്യൂണിറ്റി ആണെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം? നമ്മൾ ആദ്യം അതാണ് ചിന്തിക്കാനുള്ളത്. ഏതൊരു കാര്യവും അതിൻ്റെ ഇൻഡെപ്തായിട്ട് ഇറങ്ങിപ്പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറയുന്ന ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി 3 സെഗ്മെൻറ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഞാൻ അവിടെ പോയി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ 3 സെഗ്മെൻറ്റിൽ വരാൻ പോകുന്ന ഒരു പർട്ടിക്കുലർ ലോഞ്ച് എവിടെ വരുന്നു, അത് എന്തിനെ ഫേസ് ചെയ്ത് നിൽക്കുന്നു, അത് ഭാവിയിൽ എങ്ങനെ നമുക്ക് ഉപയോഗം ഉണ്ടാവും, അത് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ നമുക്കൊരു ബുദ്ധിപരമായിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്. കാര്യം 2022 കാലം മുതലേ സക്സസ്ഫുള്ളായിട്ട് ലാഭത്തിൽ അപ്രീസിയേഷനോടുകൂടി സെക്കൻഡറി മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഒരു ഗോൾഫ് ഫേസിങ് അപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഒരു 1.5 മില്യന് സ്റ്റാർട്ടിംഗ് പ്രൈസിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അതിന് തൊട്ടടുത്തുള്ള എല്ലാ അപ്പാർട്ട്മെൻറ്റും അവർ 1.7 ലോഞ്ച് ചെയ്തു. ഈ പറയുന്ന പർട്ടിക്കുലർ സാധനം 1.5 ലോഞ്ച് ചെയ്യുമ്പോൾ അത് നമുക്കൊരു ബെനിഫിറ്റാണ്. അത് മനസ്സിലാക്കി നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തോളുക. ഇനിയിപ്പം നിങ്ങൾക്ക് ഞാനല്ലാതെ വേറെ ഏതെങ്കിലും കറൻലി വേറെ ഏതെങ്കിലും കൺസൾട്ടൻ്റ് ഉണ്ടെങ്കിൽ അവർ വഴിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. കാര്യം നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ അകത്ത് പോയി വോയിസ് ഓവറിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ ഇതാണ് നമ്മുടെ കൊച്ചു ദുബായ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ വലത്തെ വശം ഷാർജ, ഇടത്തെ വശം അബുദാബി. സോ കറക്റ്റ് നിങ്ങൾ വെർട്ടിക്കലി ഒരു ലൈനും ഹൊറിസോണ്ടലി ഒരു ലൈനും ഇതിൻ്റെ സെൻട്രലായിട്ട് വരച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സാക്ട് സെൻട്രൽ പോർഷനിൽ വരുന്ന കമ്മ്യൂണിറ്റിയാണ് ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി ആ ദുബായ് ഹിൽസ് എസ്റ്റേറ്റിൻ്റെ അകത്തോട്ട് നമ്മൾ കയറി പോകുവാണെങ്കിൽ ഇതാണ് ദുബായ് ഹിൽസ് എസ്റ്റേറ്റിൻ്റെ ക്ലസ്റ്റർ മാപ്പ് എന്ന് പറയുന്നത്. ഇതിൽ മുകളിൽ കൂടെ കാണുന്ന ഈ ബോർഡർ ഇത്രയും എന്ന് പറയുന്ന പോർഷനാണ് അർബൻ ലിവിങ് സ്റ്റൈൽ. അവിടെയാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്സും റീറ്റെയിൽ ഷോപ്പും മോൾസും ഹോസ്പിറ്റൽസും സ്കൂൾസും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വരുന്നത്. ഇനി അതിൻ്റെ താഴെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്ന ഈ പോർഷനാണ് സ്റ്റാൻഡേർഡ് ലിവിങ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് ടൗൺ ഹൗസസും ബാക്കിയുള്ള കാര്യങ്ങളും വരുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു വലിയ പോർഷൻ ഇതാണ് 18 ഹോൾ ഗോൾഫ് കോഴ്സ് വില്ലാസ് നിൽക്കുന്നത്. സെക്കൻഡറി മാർക്കറ്റിൽ 115 മില്യൺ പ്ലസ് ഇതിൻ്റെ വാല്യൂ ഉണ്ട് ഓരോ വില്ലാസിലും. സോ ഇനി ഈ പറയുന്ന ഇത്രയും പ്രീമിയം ഏരിയയുടെ ആ അർബൻ ലൈൻ്റെ ബോർഡിൽ കാണുന്ന ആ ഒരു സർക്കിളില്ലേ, ഇനി അതിനകത്തോട്ട് നമ്മളൊന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങനെ 3 ബിൽഡിംഗ് ഇനി അവിടെ വരും. ഈ കാണുന്ന 3 ബിൽഡിംഗ് ആണ് ഇപ്പോൾ നമ്മൾ പറയുന്ന ലോഞ്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ മുന്നോട്ട് കാണുന്നതാണ് ഈ 18 ഹോൾ ഗോൾഫ് കോഴ്സ് എന്ന് പറയുന്ന വ്യൂ. സോ ഈ പറയുന്ന ഇത്രയും പ്രീമിയം ലൊക്കേഷനിലാണ് ഇപ്പോൾ പറയുന്ന ലോഞ്ച് വരാൻ പോകുന്നത്. ഇനി നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യൂ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞാൻ ഇതിൻ്റെ ബാക്ക് പോർഷനിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ എങ്ങനെയായിരിക്കും ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്നാൽ ഈ വ്യൂ കാണുന്നതെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. കണ്ടല്ലോ, അപ്പോൾ ഈ കാണുന്നതാണ് വ്യൂ എന്ന് പറയുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ അപ്പോൾ പരിമിതമായിട്ടുള്ള സമയം കൊണ്ട് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് ഈ പറയുന്ന പർട്ടിക്കുലർ ലോഞ്ചിൻ്റെ വ്യത്യാസം എന്നുള്ളത്. ബാക്കിയുള്ളതുപോലെ ഒരു സാധാരണ ലോഞ്ചല്ല. ഇതിൽ നിന്ന് കിട്ടുന്ന വ്യൂവും ഇത് നിൽക്കുന്ന പ്ലേസ്മെൻറ്റും ആ പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇൻഡെപ്തായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. കാര്യം ഇതിന് നമുക്ക് ഇമാറിൻ്റെ ലോഞ്ചസ് നിങ്ങൾക്കറിയാം, എൻ്റെ പ്രശ്നമല്ല. അവർ 1 ദിവസമോ 1.5 ദിവസമോ 2 ദിവസം മാത്രമാണ് ആകെ EOI സബ്മിഷന് വേണ്ടി തരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സംസാരിക്കാൻ പറ്റൂ. ഇനി എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ ഞാൻ പറയാം. നിങ്ങൾ മാക്സിമം ആരെടുത്താലും ഈ പറയുന്ന പർട്ടിക്കുലർ പ്രൊജക്റ്റ് ആര് വഴിയായാലും 2 ബെഡ്റൂം എടുക്കാനായിട്ട് നോക്കുക. കാര്യം 1 ബെഡ്റൂമിൻ്റെ ഒരു ഫ്ലോർ പ്ലാനിലും അറ്റാച്ച്ഡ് വാഷ്റൂം ഇല്ല. മാക്സിമം 2 ബെഡ്റൂം തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ EOI സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് കാര്യങ്ങളൊക്കെ വിത്തിൻ 1.5 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. 80-20 പേയ്മെൻറ്റ് പ്ലാനാണ് ആസ് യൂഷ്വൽ. കംപ്ലീഷനൊക്കെ വിത്തിൻ 3 ഇയേഴ്സ് തന്നെയാണ്. ഇമാറാണ്, ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് ആണ്. അതിൻ്റെ പൊസിഷനിങ് ഞാൻ എവിടെയാണെന്ന് പറഞ്ഞു തന്നു. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക. കൺവിൻസ് ആയെങ്കിൽ എത്രയും പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിക്കുക.